അങ്ങനെ നമ്മുടെ കൺമണിക്കുട്ടിയുടെ നെയ്മിംഗ് സെറിമണി കഴിഞ്ഞു. ഞങ്ങൾ അതിന് പോയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് ഇന്നത്തെ. നെയ്മിംഗ് സെറിമണി കഴിഞ്ഞിട്ട് കുറച്ചധികം നാളായിട്ടുണ്ടെങ്കിലും എനിക്ക് ഓണത്തിന്റെ തിരക്കൊക്കെ കാരണം വീഡിയോ ഇടാനായിട്ട് ഇപ്പോഴാണ് പറ്റിയിട്ടുണ്ടായിരുന്നത്. രുദ്രന്റെ പേരിടൽ കഴിഞ്ഞിട്ട് അവൻ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന ഫംഗ്ഷൻ ആണിത്. അതുകൊണ്ട് തന്നെ പതിവില്ലാണ്ട് പെട്ടെന്ന് കുറെ ആൾക്കാരെ ലേറ്റ് ഒക്കെ കണ്ടപ്പോൾ അവനൊന്ന് പകച്ചുപോയി. ഞാനും രുദ്രുട്ടനും എന്റെ അനിയത്തിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കുന്ന സമയമായപ്പോൾ ഫോട്ടോ എടുക്കാൻ അവൾ ഇൻട്രോവേർട്ട് ആണെന്നും പറഞ്ഞിട്ട് അവൾ വന്നില്ല. അവൾ അവിടെ ഇരുന്നു. കൺമണിക്കുട്ടി രുദ്രുട്ടനും പരസ്പരം മുഖത്ത് പോലും നോക്കണില്ല. അവരവരുടേതായ ഒരു ലോകത്താണ്. ഒരു വട്ടം വീട്ടിൽ വന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അറിയാണ്ട് രുദ്രൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യം കണ്ടത് കൺമണിക്കുട്ടിയുടെ തലയിലിരിക്കുന്ന മുല്ലപ്പൂവാണ്. ഇത് എന്തുവളുടെ തലയിലിരിക്കണേന്ന് അറിയാണ്ട് രുദ്രുട്ടന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇനി അധികം നേരം ഇരുത്തി കഴിഞ്ഞാൽ അവിടെ അലമ്പാവും. അതുകൊണ്ട് രണ്ടുപേരും എടുത്തു. പിന്നെ വേഗം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞങ്ങൾ എത്താനായിട്ട് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ നെയ്മിംഗ് സെറിമണിയും ബോർഡ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ ഓൾറെഡി അതിന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഒരു വീഡിയോ വഴിയെ വരുന്നതായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്നപ്പോൾ തക്കുടുമ്മയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ബൈ.